രാവിലെ മുതൽ നക്ഷത്രക്കുഞ്ഞ് വരാന്തയിൽ കളർ ചോക്ക് കൊണ്ട് തെയ്യക്കോലം വരയ്ക്കുന്നതിൻ്റെ തിരക്കിലാണ്. പെട്ടെന്ന് കണ്ടാൽ എന്താ സംഭവം എന്ന് പിടികിട്ടത്തില്ലെന്നേ ഉള്ളൂ. എന്തായാലും അവൾ ആ വരയ്ക്കുന്ന സമയത്തിന് നമ്മൾ ഓണക്കുട്ടയുടെ അവസാന പാക്കിങ് നടത്തുകയായിരുന്നു. ഇതാണ് നമ്മുടെ ഓണക്കുട്ട. ഈറ്റക്കുട്ടയാണേ, നല്ല ഡിസൈനുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈറ്റക്കുട്ടയാണ് നമ്മൾ ഓണവിഭവങ്ങൾ പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓണത്തിന് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ് ഇങ്ങനെ. അങ്ങനെ നമ്മുടെ സീസൺ 5 ആയിട്ടുണ്ട്. 5ാമത്തെ വർഷമാണ് നമ്മളിപ്പോൾ ഈ ഓണക്കുട്ട റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സെക്ഷൻ ആദ്യമേ തന്നെ അയച്ചു കഴിഞ്ഞു, വിദേശത്തേക്കുള്ളതൊക്കെ. പിന്നെ അടുത്ത സെക്ഷൻ നമ്മുടെ നാട്ടിലോട്ടുള്ളതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാക്ക് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നമ്മളിതെല്ലാം ആദ്യം ഇങ്ങനെ കുട്ടയ്ക്കകത്ത് അടുക്കി വെക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഒരൊറ്റ കവറിനകത്താക്കി അത് വെള്ളമൊന്നും നനഞ്ഞൊന്നും പോകാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ബോക്സിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണക്കുട്ടയ്ക്കകത്ത് 15ഓളം വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മിനി ഓണക്കുട്ട ഉണ്ടായിരുന്നു, 12 വിഭവങ്ങളടങ്ങിയ മിനി ഓണക്കുട്ട ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ ഫസ്റ്റ് സീസണിൽ 3500 രൂപയുടെ വലിയ ഓണക്കുട്ടയായിരുന്നു തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു കുറച്ചും കൂടെ റേറ്റ് കുറച്ചിട്ട് സെറ്റ് ചെയ്ത് തരാമോ, അപ്പോൾ കുറച്ച് ആളുകൾക്കും കൂടെ വാങ്ങിക്കാൻ പറ്റുമല്ലോ എന്ന്. അങ്ങനെയാണ് നമ്മൾ പിന്നീട് റേറ്റ് കുറച്ച് ഇത്തവണ നമ്മൾ 1990 രൂപയുടെയും 990 രൂപയുടെയും ഓണക്കുട്ടയാണ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൂട്ടുകാർക്ക് അത് വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ നക്ഷത്രയോടൊപ്പം ഓണം ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും ഓണാശംസകൾ നേരാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഓർത്ത് വെച്ചോളൂ, നമ്മൾ എല്ലാ വർഷവും ഇതേപോലെ ഓണക്കുട്ട റെഡിയാക്കുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഓണക്കുട്ട എന്നുള്ളത്. ഇതുവരെ ദൈവഭാഗ്യത്തിന് ആരും ഇത് കോപ്പി ചെയ്തുകൊണ്ട് പോയിട്ടില്ല. നക്ഷത്ര എന്ന കുഞ്ഞു സംരംഭത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി വെച്ച ഒരു കോൺസെപ്റ്റാണ് ഓണക്കുട്ട എന്നുള്ളത്. അപ്പോൾ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും നക്ഷത്രയുടെ പ്രോഡക്റ്റ്സ് എന്ന് അറിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലുള്ള ഓരോ പ്രോഡക്ട്സും അത്രയും ക്വാളിറ്റിയോടെ നമ്മൾ തയ്യാറാക്കി അത്രയും പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് നൽകുന്നതാണ് കേട്ടോ. അച്ചാറുകളും നെയ്യും കാഷ്യൂനട്ടും ഏലക്കയും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിങ്ങനെ തന്നെ ഒരാൾക്ക് നേരിട്ട് കൈമാറുന്ന രീതിയിലുള്ളൊരു കുട്ടയ്ക്കകത്ത് തന്നെ ആ ട്രഡീഷണൽ നമ്മുടെ കേരള തനിമയോടെ കൈമാറുന്ന രീതിയാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. അപ്പം നേരിട്ട് നമുക്ക് എല്ലാ കൂട്ടുകാർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വന്ന് ഡയറക്റ്റ് വാങ്ങിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് വാങ്ങിക്കുന്നവർ പല ആളുകളും അവർക്കിങ്ങനെ യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇടുന്നതൊക്കെ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെയും വന്ന് വാങ്ങിച്ചുകൊണ്ട് കുറേ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് എല്ലാം പോസ്റ്റ് ഓഫീസിൽ ഇന്ന് കംപ്ലീറ്റ് ഓണക്കുട്ടകളും നമ്മൾ അയച്ചു കഴിഞ്ഞു. വിദേശത്തേക്കുള്ളതൊക്കെ നേരത്തെ തന്നെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ഓണക്കുട്ട ഇത്തവണ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷത്തേക്കാളും കൂടുതൽ ഓരോ വർഷവും ഓണക്കുട്ടിയുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. അതിലൊത്തിരി സന്തോഷം. നക്ഷത്രയെ ഇത്രത്തോളം ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ഓരോ പ്രോഡക്ട്സും ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു ചെറിയ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകൾ പോലും നമ്മൾ ചോദിക്കാതെ തന്നെ ചിലപ്പോൾ റിവ്യൂസൊക്കെ തരാറുണ്ട്. അതിലൊക്കെ വളരെ സന്തോഷം കേട്ടോ. നക്ഷത്രക്കുഞ്ഞിൻ്റെ വര ഇങ്ങനെ ആ സമയത്തും തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. 4 മണിക്ക് ചായ കുടിക്കാൻ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഒരു അതിഥി വന്നത്. ആളെ കാണിച്ചു തരാം കേട്ടോ. ഇവരാണ് നമ്മുടെ ഇന്നത്തെ അതിഥികൾ. 2 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഇവിടെ വരാറുണ്ട്. പക്ഷെ ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ ജനലിൽ കൂടെയാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരൊച്ച കേട്ടാൽ പോലും അന്നേരം തന്നെ ഓടി രക്ഷപ്പെടും. അതുകൊണ്ട് വളരെ പതുക്കെ സൂക്ഷിച്ചൊക്കെ നിന്നിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട്. പുലർച്ചെ സമയങ്ങളിലും വൈകുന്നേര സമയങ്ങളിലും ഇവരിങ്ങനെ വരും. ഈ കാട്ടിനകത്ത് നിറച്ചും കാട്ടുതക്കാളി ഉണ്ട്. നമ്മൾ അച്ചാറിടാൻ എടുക്കുന്ന കാട്ടുതക്കാളി ഉണ്ടല്ലോ, അത് ഒത്തിരിയുണ്ട്. ഇവന്മാരാണ് ഇത് കൂടുതലും കഴിച്ചിട്ട് പോകുന്നത്. ഇപ്പോൾ 2 പേരും കൂടി അത്യാവശ്യം അവിടെ ഉള്ളതെല്ലാം തീർത്തിട്ടുണ്ട്. ഇവരെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോഴേക്കും നക്ഷത്രക്കുഞ്ഞ് ഓടി വന്ന് വിളിക്കും, അമ്മേ അമ്മേ വാ, ഓടി വന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് വിളിക്കും. പിന്നെ നമ്മുടെ കേഴമാനാണ്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം അതിഥികളാണ്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ കണ്ടു, വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവിടുന്ന് പതുക്കെ സ്കൂട്ടായി. അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഓരോ ദിവസത്തെയും വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ലൈക്കും ഒക്കെ തരണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. നമ്മുടെ പീരുമേട്ടിലെ ആനയും പുലിയും മാത്രമല്ല, ഇതുപോലെയുള്ള സുന്ദര മൃഗങ്ങളും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ. ഇവരെയൊക്കെ സ്ഥിരം വരുന്ന ആളുകളാണ്. അപ്പോൾ മറ്റ് കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.